റസൂലുള്ളാഹി طال بي الحنين وغرق موجتي شود فيه رسول الله رسول الله رسول الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 100 പേരെ കൊന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 99 ആളുകളെ വധിച്ചിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ? അപ്പം ജനങ്ങളൊരു ആബിദിനെ കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന് കുറേ ഇബാദത്തുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളെ കാണിച്ചു കൊടുത്തു. അപ്പം അയാളോട് പോയിട്ട് പറഞ്ഞു, ഞാൻ 99 ആളുകളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബ ഉണ്ടാവുമോ? അപ്പം അയാൾ പറഞ്ഞു, 99 ആളെ കൊന്നാൽ നിനക്കൊരിക്കലും തൗബ ഇല്ല. അപ്പം അയാളെയും കൊന്നു. ഫകമ്മല ബിഹി മിഅതൻ, അങ്ങനെ 100 തികച്ചു. ഞാൻ 100 ആളെ കൊന്നിട്ട് ഇയാൾ വീണ്ടും ചോദിക്കുകയാണ്, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബ ഉണ്ടോ? അപ്പം ജനങ്ങളൊരു ആലിമിനെ കാണിച്ചു കൊടുത്തു, അറിവുള്ള ഒരാളെ കാണിച്ചു കൊടുത്തു. ആ ആലിമിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇയാൾ ചോദിച്ചു, 100 പേരെ വധിച്ചിട്ടുണ്ട്, എനിക്ക് അള്ളാഹു പുറത്തു തരും. അപ്പോൾ ആ ആലിമ് തിരിച്ചു ചോദിച്ചത്, മൻ യഹൂലു ബൈനക വബൈന തൗബ, ആരാണ് നിനക്കും തൗബക്കും ഇടയിൽ മറയിട്ടത്? തീർച്ചയായും അള്ളാഹു നിനക്ക് പുറത്തു തരും. അങ്ങനെ ഈ മനുഷ്യനോട് പറയാണ്, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോകണം, ഈ നാട്ടിലെ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമല്ല. അപ്പം നിങ്ങൾക്ക് മാറണമെങ്കിൽ, പുതിയ ജീവിതം തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ഹിജറ പോകണം. അങ്ങനെ ഈ മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങുകയാണ്, ഹിജറ ചെയ്യാൻ. ഹിജറ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇയാൾ മരിച്ചു. മരിച്ചപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളും വന്നു, അദാബിൻ്റെ ശിക്ഷയുടെ മലക്കുകളും വന്നു. 2 കൂട്ടർക്കിടയിൽ തർക്കായി. അദാബിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ 99 ആളെ കൊന്നിട്ടുണ്ട്, 100 ആളെ വധിച്ചിട്ടുണ്ട്, അപ്പം ഇയാൾ ഞങ്ങൾക്ക് വേണം. അപ്പം റഹ്മത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, പറ്റൂല, ഇയാൾ തൗബ ചെയ്ത് ഹിജറ പോകുന്ന മനുഷ്യനാണ്, അപ്പോൾ ഇയാൾ ഞങ്ങൾക്കും വേണം. അങ്ങനെ അവർക്കിടയിൽ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വന്ന് വിധി പറഞ്ഞു, ഞാൻ ഖീസു ബൈനൽ അർളൈൻ, 2 നാടുകൾക്കും ഇടയിലുള്ള ദൂരം നിങ്ങൾ അളന്ന് നോക്കുക, എന്നിട്ട് ഏത് നാട്ടിലേക്കാണോ ദൂരം കുറവ് അതനുസരിച്ചിട്ട് നമുക്ക് വിധി പറയാം. അങ്ങനെ ദൂരം അളന്നപ്പോൾ ഇയാൾ ഹിജറ പുറപ്പെട്ട നാട്ടിലേക്കാണ്, ഇയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്കാണ് ദൂരം കുറവ്. അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ മനുഷ്യൻ്റെ റൂഹിനെ സ്വീകരിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കഥയിലുള്ളത്. നബി ഒരു കഥയും വെറുതെ പറയൂല, വെറുതെ നേരം പോക്കിനൊരു രസത്തിന് പറഞ്ഞതല്ല ഈ കഥ. ഈ കഥയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, 99 ആളെ കൊന്നിട്ട് ആബിദായ ഒരു മനുഷ്യനോട് ചോദിച്ചത് എന്താണ്? എനിക്ക് തൗബ ഉണ്ടോ എന്നാണ്. അയാൾ പറഞ്ഞത് എന്താണ്?
തൗബ ഇല്ല എന്നാണ്. 100 ആളെ കൊന്നിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് ഒരു ആലിമായ മനുഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആരാണ് നിനക്കും തൗബക്കും ഇടയിൽ മറയിട്ടത് എന്നാണ്. അപ്പം ഇതാണ് ഒരു ആബിദും ഒരു ആലിമും തമ്മിലുള്ള മാറ്റമെന്ന് പറഞ്ഞാൽ. ഒരാൾ നന്നായിട്ട് ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷെ അയാൾക്ക് വേണ്ട വിധത്തിൽ അറിവില്ല, ഇൽമില്ല. അപ്പം ഇൽമുള്ള ഒരാളും ഇൽമില്ലാത്ത ഒരാളും പ്രിയപ്പെട്ടവരൊരിക്കലും തുല്യമാകൂല എന്നൊരു പാഠം ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അരികിൽ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ അരികിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് സ്വഹാബിമാരോട് പറയും, ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടണം. ഫസ്അലൂ ലഹു തസ്ബീത്ത്, അള്ളാഹുവിനോട് ആ മനുഷ്യന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുകയും ചെയ്യണം. ഫഇന്നഹു അൽ ആൻ യുസ്അൽ, ഇപ്പോൾ ആ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും. മലക്കുകൾ വരും, അവർ ചോദ്യം ചോദിക്കും. 2 മലക്കുകൾ വരും. ആരൊക്കെ? മുൻകർ, നക്കീർ. അവരുടെ രൂപം ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആലക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. കറുകറുത്ത മുഖമുള്ളവരായിരിക്കും, നീല നിറത്തിലുള്ള കണ്ണുകളുള്ളവരായിരിക്കും. മനുഷ്യന്മാർ അങ്ങനത്തെ ഒരു മലക്കിന് മുമ്പ് കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു രൂപം അവർക്ക് പരിചയമില്ല. അങ്ങനെ അവർ വന്നിട്ട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, ആരാണ് നിൻ്റെ റബ്ബ്? രണ്ടാമത്തെ ചോദ്യം, മാ ദീനുക, ഏതാണ് നിൻ്റെ ദീൻ? മൂന്നാമത്തെ ചോദ്യം, മൻ നബിയുക, ആരാണ് നിൻ്റെ നബി എന്ന ചോദ്യം. ഇങ്ങനെ 3 ചോദ്യങ്ങൾ ഖബറിൽ വെച്ചിട്ട് മലക്കുകൾ ആ മനുഷ്യനോട് ചോദിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആരാണ് എന്ന് പഠിച്ച, ആ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച ആൾക്കാർക്ക് അവിടെ റബ്ബി അല്ലാ എന്ന് മറുപടി പറയാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര എഴുത്തും വായനയും അറിയുന്ന ആൾക്കാരാണെങ്കിലും, നമ്മൾ എത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെങ്കിലും, അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ലേ? നിൻ്റെ ദീൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാം എന്ന് മറുപടി പറയണമെങ്കിൽ ആ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച ആൾക്കാരായിരിക്കണം. മൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ ആ നബി എൻ്റെ നബിയാണ്, മുഹമ്മദ് നബിയാണ് എന്ന് ഉത്തരം പറയണമെങ്കിൽ ആ നബി ആരാണ് എന്ന് നമ്മൾ പഠിക്കണം. ആ നബിയുടെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അൽ ഉസൂലു സലാസ, അല്ലെ, ആ പേര് കേൾക്കാത്ത ആരും നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. 3 അടിസ്ഥാനങ്ങളാണ് ആ ഗ്രന്ഥത്തിലൂടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ അവൻ്റെ റബ്ബിനെ അറിയണം. വദീനഹു, അവൻ്റെ ദീൻ അറിയണം. വനബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണം. അപ്പോൾ ആ നബിയെ അറിയാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ 2 ക്ലാസ്സുകൾ പൂർത്തിയായി. കഴിഞ്ഞ 2 ദർസുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ 3ാമത്തെ ദർസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് ജാഹിലിയത്തിലെ ഇരുട്ടും ഇസ്ലാം ഉണ്ടാക്കിയ മാറ്റവും ജസീറത്തുൽ അറബിൽ ഇസ്ലാം കൊണ്ടുവന്ന ഒരു വെളിച്ചവുമൊക്കെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേരുകളാണ്. നബിയുടെ കുടുംബ പരമ്പര ചെന്നെത്തുന്നത് എവിടെയാണ് എന്നതാണ് നമ്മുടെ വിഷയം. അത് വിശദമായിട്ടുള്ള ഒരു പരമ്പര പറഞ്ഞിട്ടുള്ള ഒരു രീതിയല്ല ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഒരു പേജൊക്കെ വെച്ചിട്ട് നമുക്കത് പഠിക്കാം. ഇന്ന് ബേസിക്കായിട്ട് ഒരു ചുരുക്ക രൂപത്തിലുള്ള ഒരു വിശദീകരണമാണ് ആഗ്രഹിക്കുന്നത്. ഉസൂലു സലാസയിൽ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന ഭാഗത്ത്, ഹുവ മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി ബിനു അബ്ദുൽ മുത്തലിബ് ബിനു ഹാഷിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം. വഹാഷിമും മിൻ ഖുറൈഷ്, ഹാഷിം
ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണ്? ഖുറൈശികൾപ്പെട്ട ആളാണ്. ഖുറൈശും മിനൽ അറബ്, ഖുറൈശികൾ അറബികളാണ്. വൽ അറബു മിൻ ദുർരിയത്തി ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അലൈഹിമുസ്സലാം, അറബികൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിലൂടെ വന്നവരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ചെന്നെത്തുന്നത് ഇബ്രാഹിമി കുടുംബത്തിലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ചെന്നെത്തുന്നത്. ശരിക്കും ഇബ്രാഹിമി കുടുംബത്തിൻ്റെ ജീവിതം കൂടി അടുത്തറിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുക എന്ന ദൗത്യം ഒരു പരിപൂർണമായ അവസ്ഥയിലെത്തുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ദിവസം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തെ നമ്മൾ എത്ര ഓർക്കുന്നുണ്ട്? ഓരോ നിസ്കാരത്തിലും ഇബ്രാഹിം ഈ കുടുംബത്തെ നമ്മൾ ഓർക്കുന്നുണ്ട്. ആ കുടുംബത്തെ ഓർക്കാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അപ്പോൾ ഒറ്റ ദിവസം തന്നെ പല തവണ നമ്മൾ ആ കുടുംബത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നബിയുടെ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മക്കയുടെ ചരിത്രമാണ്. നബിയുടെ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മദീനയുടെ ചരിത്രമാണ്. മക്കയിൽ നിന്ന് പലായനം ചെയ്യുന്ന സമയത്ത് ഹസ്വറ എന്ന സ്ഥലത്തെത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നടത്തുന്ന വളരെ വൈകാരികമായൊരു സംസാരമുണ്ട്. വല്ലാഹി ഇന്നക്കി ലഖൈറു അർദില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ നാട് നീയാണ് മക്ക. വ അഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട നാടും നീയാണ് മക്ക. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല. അപ്പം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ നാടും മക്കയാണ്. ആ മക്കയുടെ ചരിത്രം ആരുടെ കൂടി ചരിത്രമാണ്? ഇബ്രാഹിം ഈ കുടുംബത്തിൻ്റെ കൂടി ചരിത്രമാണ്. സംസമിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഉ സംസം ലിമാ ശുരിബ ലഹ്, ഒരാൾ സംസം വെള്ളം എന്തിനു വേണ്ടിയിട്ടാണോ കുടിക്കുന്നത് അതിനുള്ളതാണ്. ആ സംസമിൻ്റെ ചരിത്രം ഇബ്രാഹിം ഈ കുടുംബത്തിൻ്റെ കൂടി ചരിത്രമാണ്. അല്ലേ? കഅബ, സഫ, മർവ, സഈ, മിന, ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗോജ്ജലമായ ജാജ്വല്യമാനമായ ഓർമ്മകളും അടയാളങ്ങളും ബാക്കിയുള്ള നാടുകളാണ്. ഇബ്രാഹിം ഈ കുടുംബത്തെ ഓർക്കാതെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂല. ഇബ്രാഹിം ഈ കുടുംബത്തെ ഓർക്കാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. ആ കുടുംബത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേരുകൾ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ശ്രദ്ധിക്കുക. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന 2276 ഹദീസാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ, കിനാനയെ, നബിയുടെ കുടുംബത്തിൽ വരുന്ന ഒരു പിതാവാണ് കിനാന. ആ കിനാനയെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽ നിന്നാണ്. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, പിന്നെ ആ കിനാനയിൽ നിന്ന് അള്ളാഹു ഖുറൈശികളെ തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിമിൻ, പിന്നെ ഖുറൈശികളിൽ നിന്നാണ് ബനു ഹാഷിമുകാരെ അള്ളാഹു തെരഞ്ഞെടുത്തത്. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്നാണ് അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നബിയുടെ ഗോത്രം ഖുറൈശ് ഗോത്രമാണ്. ആ ഗോത്രത്തിലെ ഒരു കുടുംബമാണ് ബനു ഹാഷിം കുടുംബം. നബിൻ്റെ കുടുംബം ബനു ഹാഷിമാണ്, നബിൻ്റെ ഗോത്രം ഖുറൈശ് ഗോത്രമാണ്. ആ ഗോത്രത്തെ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. എവിടെ? ലഇലാഫി ഖുറൈശ്,
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് നാട്ടിൽ ജനിക്കണമെന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ഭാഷ സംസാരിക്കണമെന്നതും നബി ഏത് ഗോത്രത്തിലാകണമെന്നതും ഏത് കുടുംബത്തിലാകണമെന്നതും ആര് തിരഞ്ഞെടുത്തതാണ്? അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. ഇന്നല്ലാഹ അസ്തഫ, അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താ ഇസ്തഫ എന്ന് പറഞ്ഞാൽ? തിരഞ്ഞെടുത്തു അല്ലേ? മുഹമ്മദ് മുസ്തഫ നമ്മൾ പറയലില്ലേ? മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അപ്പം അള്ളാഹു തിരഞ്ഞെടുത്തതാണത്. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിക്ക് എത്ര മക്കളാണ്? 2 ആൾക്കാർ അല്ലേ? ആരൊക്കെ? ഇസ്മായിൽ, ഇസ്ഹാഖ്. ഇതിൽ ആരുടെ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിലാണ് വരുന്നത്. ബാക്കി എല്ലാ നബിമാരും വന്നത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിലൂടെയാണ്. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെയാണ് മുഴുവൻ നബിമാരും വന്നിട്ടുള്ളത്. ഇസ്ഹാഖ് നബിക്ക് ശേഷം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിലൂടെ വന്ന ഒരേ ഒരു നബിയേ ഉള്ളൂ. അത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം ആണ്. ഇവിടെ നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും അവസാനത്തെ നബിയാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശം 100% സത്യമാണെന്നും ആർക്കറിയാമായിരുന്നു? അഹ്ലുൽ കിതാബിന് അറിയാം അല്ലേ? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അഹ്ലുൽ കിതാബിന് നബിയെ നിങ്ങളറിയാം. നിങ്ങൾ കൊണ്ടുവന്നത് സത്യമാണെന്ന്, നിങ്ങൾ അവസാനത്തെ റസൂലാണെന്ന്, നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണെന്ന് അവർക്കറിയാം. അവരുടെ മക്കളെ അറിയുന്ന പോലെ അറിയാമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇത് സൂറത്തുൽ ബഖറയിലെ 146 ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു സലാം ആരാണ്? മുമ്പ് യഹൂദി ആയിരുന്നു മാത്രമല്ല, അവരുടെ കൂട്ടത്തിലെ നല്ലൊരു പണ്ഡിതനും അറിവുള്ള ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നെ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണമൊക്കെ വളരെ രസകരമാണ്. ഇപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു സലാം, ഖുർആൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമെന്ന്, സ്വന്തം മക്കളെ അറിയുന്ന പോലെ നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഫ്സീർ ബഗവിയിലൊക്കെ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞത്. സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സത്യസന്ധനായ റസൂലാണ് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം തൗറാത്ത് ഞങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. തൗറാത്തിലൂടെ അള്ളാഹു അവസാനം വരാനുള്ള റസൂലിൻ്റെ വിശേഷണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വ ഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. പക്ഷേ അറിഞ്ഞിട്ടും ഒരു വിഭാഗം എന്തെയാണ്? ആ സത്യത്തെ മൂടി വെക്കുകയാണ് ചെയ്തത്. ഇവിടെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ജൂതന്മാർക്ക് അറിയാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ട് നബിയെ കാണാൻ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു വരികയാണ്. നബിനോട് വന്നിട്ട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നി സാഇലുക അൻ സലാസിൻ ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യുൻ. 3 കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, അതൊരു നബിക്കല്ലാതെ അറിയുകയില്ല. ഒരു നബിക്ക് മാത്രമേ ആ 3 കാര്യങ്ങളുടെ ഉത്തരം തരാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് ഒന്നാമത് ചോദിച്ച ചോദ്യം, അവ്വലു അശ്റാത്തി സ്സാഅ, ഖിയാമത്ത് നാളിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വമാ അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്ന വിഭവം ഏതാണ്? ആദ്യം അവർ കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? മൂന്നാമത്തെ ചോദ്യം, വമിൻ അയ്യി ശൈഇൻ യൻസിഉൽ വലദു ഇലാ അബീഹി വമിൻ അയ്യി ശൈഇൻ യൻസിഉ ഇലാ അഖ്വാലിഹി, എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഉമ്മയുടെ ചായ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉപ്പയുടെ മുഖച്ചായ ഉണ്ടാകുന്നത്? ഈ 3 ചോദ്യങ്ങളാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി ഖബ്ബറനി ബിഹിന്ന ആനിഫൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് മുമ്പ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ് അദാക അദുവുൽ യഹൂദി മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ ജൂതന്മാരുടെ ശത്രുവാണ് ജിബ്രീലിനാണ്. അപ്പോൾ ജിബ്രീലിനോട് ജൂതന്മാർക്ക് കടുത്ത ശത്രുതയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒന്നാമത്തെ അടയാളമായിട്ട് നാറുൻ തുഹ്ശറുൻ നാസ് മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു തീ വരാനുണ്ട്. അതാണ് ഒന്നാമത്തെ സാഅത്തിൻ്റെ അടയാളം, ഖിയാമത്ത് നാളിൻ്റെ അടയാളം. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾ കഴിക്കുന്ന വിഭവം ഏതാണ്? സിയാദതു കബ്ദിൽ ഹൂത്ത്, ഒരു മത്സ്യത്തിൻ്റെ കരളാണ് എന്നാണ് പറഞ്ഞത്. അല്ലെ, കബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരള് അല്ലേ? ഫാത്തിമ ബീനോട് നബി പറയുന്നില്ലേ കിതാത്തു കബ്ദി, അല്ലേ? കബ്ദ് എന്ന് പറഞ്ഞാൽ കരളാൻ. മൂന്നാമത്തേത് എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും സാദൃശ്യം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് നബി കൊടുക്കുന്ന മറുപടി പുരുഷൻ്റെ വെള്ളമാണ് സ്ത്രീയുടെ വെള്ളത്തെക്കാളും അധികം വരുന്നത് എങ്കിൽ അവിടെ ഉപ്പയുടെ ചായ ഉണ്ടാകും. ഇനി സ്ത്രീയുടെ വെള്ളമാണ് പുരുഷൻ്റെ വെള്ളത്തെക്കാളും അധികമെങ്കിൽ അവിടെ ഉമ്മയുടെ ചായയും ഉണ്ടാകും. ഇത് എത്ര കാലങ്ങൾക്ക് മുമ്പാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നബിൻ്റെ ഈ മറുപടി കേട്ട ഉടനെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ് അഷ്ഹദു അന്നക റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചോദ്യങ്ങൾ നമ്മളോട് പറയുന്നത്, ഈ ചോദ്യങ്ങൾ വെറുതെ കിട്ടിയതല്ലല്ലോ. ഈ ചോദ്യങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിന് വഹി ഇറങ്ങിയതൊന്നല്ലല്ലോ, തൗറാത്തിൽ നിന്ന് കിട്ടിയതാണ്, വേദങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അഹ്ലുൽ കിതാബിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ സ്വീകരിച്ചില്ല? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അസൂയയായിരുന്നു. കാരണം ഓര് പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇസ്ഹാഖ് നബിൻ്റെ പരമ്പരയിലൂടെ ഒരു നബി വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതും അവർ കാത്തിരുന്നതും. ഈ മദീനയിൽ തന്നെ പല ഗോത്രങ്ങളുണ്ടായിരുന്നല്ലോ. ഈ മദീനയിലെ ഗോത്രങ്ങൾ ഇടക്കിടക്ക് യുദ്ധം ചെയ്യും. മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ബനു ഖുറൈള, ബനു കൈനുക്ക, ബനു നദീർ, അല്ലേ? ഈ 3 ഗോത്രങ്ങൾ. പിന്നെ യമനിൽ നിന്ന് കുടിയേറി പാർത്ത 2 ഗോത്രങ്ങൾ ഔസും ഖസ്റജും. അപ്പോൾ ഈ ഔസും ഖസ്റജുമായിട്ട് ഇടക്കിടക്ക് ഈ ജൂത ഗോത്രങ്ങൾ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. ചില സമയത്ത് അവർ ജയിക്കും, ചില സമയത്ത് ഇവർ ജയിക്കും. അങ്ങനെ ഔസും ഖസ്റജും ജയിക്കുന്ന സമയത്തൊക്കെ ഇവർ പറയലുണ്ട് എന്ത്? ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബിനെ കൂട്ടിയിട്ട് നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാരാണ് മദീനയിലെ ജൂതന്മാർ. പക്ഷെ നബി വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു. വേറൊന്നുമല്ല, അവർക്ക് അറിയാത്തതുകൊണ്ടല്ല. ഹസദ മിൻ ഇൻദി അൻഫുസിഹിം, അവർക്ക് നബിയോടുള്ള അസൂയയായിരുന്നു കാരണം അവരുടെ ടീമിൽ നിന്നല്ല എന്ത് ചെയ്തത് ഒരു നബി വന്നത് അറബികളുടെ കൂട്ടത്തിൽ നിന്നായിരുന്നു എന്നതാണ് വിഷയം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആഇൻ്റെ ഒരു റിസൾട്ട് കൂടിയായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയിലെ 129 ആയത്തിൽ ആ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. അള്ളാഹുവേ, നിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത് ജനങ്ങൾക്ക് തസ്കിയത്ത് കൊടുക്കുന്ന ഒരു നബിയെ നീ അവരുടെ കൂട്ടത്തിൽ നിന്ന് അയക്കണമേ എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ്, ഫലമാണ് എന്നത്. ഇബ്രാഹിം കുടുംബത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നും അവരുടെ പ്രാർത്ഥനകൾ തന്നെയാണ്. അല്ലെ, ഖുർആനിൽ എത്ര പ്രാർത്ഥനകൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേതായിട്ട് എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ അത്ഭുതമുള്ളൊരു പ്രാർത്ഥന കുട്ടിയെ ചോദിക്കുന്ന പ്രാർത്ഥന തന്നെയാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായൊരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണമേ, ഒരു പിൻഗാമിയെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഒരു പിൻഗാമിയെ നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഖസസുൽ അംബിയ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്,
86-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇസ്മായിൽ എന്ന കുട്ടിയെ കിട്ടുന്നതെന്നാണ്. 86-ാമത്തെ വയസ്സിൽ. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന പാഠം ഇബ്രാഹിമി കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശരിക്ക് നമ്മൾ ആ വിഷയത്തിൽ കുറേയൊക്കെ പിന്നിലാണോ എന്ന് നമ്മൾ ഗൗരവത്തിൽ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും നമുക്ക് എന്തോ ഒരു മടിയുള്ളതുപോലെ. നമ്മൾ ചോദിക്കുന്ന അൽ ഖദീറായ, എല്ലാത്തിനും കഴിവുള്ള, സമീഉ ദുആയ, എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന, ഏത് ഭാഷയിൽ ചോദിച്ചാലും അതിനൊക്കെ മറുപടി തരുന്ന റബ്ബിനോടാണ്. കുറച്ച് മുമ്പ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു നടത്തുന്നൊരു പ്രാർത്ഥന ഉണ്ട്. ഭയങ്കര അത്ഭുതമാണ് ആ പ്രാർത്ഥന. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുമ്മ റുസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക്. അല്ലാഹുവേ, നിൻ്റെ മാർഗത്തിൽ നീ എന്നെ ഷഹീദാക്കിക്കൊണ്ട് മരിപ്പിക്കണമേ. വൽ മൗത ഫീ ബലദി റസൂലിക്. നിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ. ഇതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ കൂടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര കൗതുകം, അവർക്ക് ഭയങ്കര അത്ഭുതം. എന്താണെന്ന് വെച്ചാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്നുള്ള കാര്യത്തിൽ എന്തില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഒരിക്കൽ ഉഹദിൻ്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയറി. അപ്പോൾ കയറിയ സമയത്ത് ഉഹുദൊന്ന് വറച്ചു. അല്ല, ചില്ലറക്കാരല്ല ഉഹുദിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉസ്ബുത് യാ ഉഹ്ദു, ഉഹ്ദേ നീ ഒന്ന് അടങ്ങ്, ഒന്ന് നേരെ നിൽക്ക് എന്ന് ഉഹദിനോട് പറയുന്നുണ്ട്. എന്നിട്ട് നബി പറയാണ്, വ ഇന്നമാ അലൈക നബിയുൻ വ സിദ്ദീഖുൻ വ ഷഹീദാൻ. നിൻ്റെ മുകളിലുള്ളത് ഒന്ന് നബിയാണ്, പിന്നെ സിദ്ദീഖാൻ. ആരാ സിദ്ദീഖ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വ ഷഹീദാൻ, പിന്നെ 2 ഷഹീദുകളാണ്. ആരാണവർ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. അത് നബിൻ്റെ നുബൂവത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഇവർ ഷഹീദുകളായിട്ടാണ് മരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞു. അത് നബി വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് മരിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും എന്തില്ല, തർക്കമില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയുടെ 2ാമത്തെ ഭാഗമാണ് സ്വഹാബിമാർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്. വൽ മൗത ഫീ ബലദി റസൂലിക്. നിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ വെച്ചിട്ട് നീ എന്നെ മരിപ്പിക്കണമേന്നാണ്. അല്ലേ, നബിൻ്റെ നാട്ടിൽ വെച്ചിട്ട് മരിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? മദീനയിൽ വെച്ച് മരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലാന്നോ? ഉണ്ട്. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തതാഅ അൻ യമൂത ബിൽ മദീന ഫൽയമുത് ബിഹാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മദീനയിൽ വെച്ച് മരിക്കുക. ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ. ആരെങ്കിലും മദീനയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് എങ്കിൽ അവൻക്ക് വേണ്ടിയിട്ട് ഞാൻ ഷഫാഅത്ത് പറയുന്നതാണ്. ഇമാം തിർമിദി റഹ്മഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന 3917 ഹദീസാണ്. അപ്പോൾ മദീനയിൽ വെച്ചിട്ടുള്ള മരണത്തിന് എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതാണ് ചോദിച്ചത്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ മദീന സുശക്തമാണ്. ഒരു നിലക്കും ഒരു ശത്രു എന്ത് ചെയ്യൂല, മദീനയിലേക്ക് അടുക്കൂല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിച്ച 10 വർഷക്കാലം അത് ശരിക്കും മദീനയുടെ സുവർണ കാലാണ്. ഇസ്ലാമിക രാഷ്ട്രം കൊണ്ട് പരന്ന് വിശാലമായ 10 കൊല്ലങ്ങളാണ് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം. അപ്പോൾ എന്തായാലും ഇനി പുറത്തുനിന്നൊരു സംഘം വന്നിട്ട് എന്ത് ചെയ്യൂല, മദീന ആക്രമിക്കില്ല. അതിനുള്ള ധൈര്യം ആർക്കും ഇല്ല. പിന്നെ എങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിൻ്റെ നാട്ടിൽ വെച്ചിട്ട് ഷഹീദാകും? ഇതായിരുന്നു കൂടുതലുള്ള ആൾക്കാരുടെ കൗതുകം. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് എവിടെ വെച്ചിട്ടാണ്? അല്ലെ, മദീന പള്ളിയിൽ വെച്ചിട്ടാണ് അബൂലുലു എന്ന മജൂസിയായ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ മദീനയുടെ മണ്ണിനോട് ചേർന്നിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിൽ കിടന്നത്. അപ്പം അത് പ്രാർത്ഥന എന്ന വലിയൊരു ആയുധം നമ്മുടെ കയ്യിലുണ്ട് എന്നതിനുള്ള തെളിവാണത്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക,
നിങ്ങൾ ചോദിച്ചോളൂ, തരാമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനവും ആണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിമി കുടുംബത്തെ പറ്റിയിട്ട് പറയുമ്പോൾ സംസമിൻ്റെ ചരിത്രവും ആരുടെ ചരിത്രമാണ്? ഇബ്രാഹിമി കുടുംബത്തിൻ്റെ ചരിത്രമാണ്. സംസം എന്ന് പറഞ്ഞാൽ അത് മക്കയിൽ വെറുതെ അങ്ങോട്ട് ഉത്ഭവിച്ചൊരു ഉറവയല്ല. ആ സംസമിന് ഈമാനിൻ്റെയും തവക്കുലിൻ്റെയും ഉറച്ച വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് സംസം എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹവും കുടുംബവും ഹിജറ ചെയ്തിട്ട് മക്കയിലെത്തുകയാണ്. അങ്ങനെ മക്കയിലെത്തി ഹാജറിനെയും ഇസ്മായിലിനെയും തനിച്ചാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടക്കുമ്പോൾ ഹാജർ പിന്നാലെ വന്നിട്ട് പലതവണ ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം അയ്ന തദ്ഹബ്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? വതതുറുക്നാ ബിഹാദൽ വാദി ലൈസ ഫീഹി ഇൻസുൻ വലാ ശൈ, ഒരാളും മനുഷ്യനും ഇല്ലാത്ത, ഒന്ന് അലറി വിളിച്ചാൽ ഓടി വരാൻ ഒരു സഹായി ഇല്ലാത്ത, ഒരു കൃഷിയില്ലാത്ത, വെള്ളമില്ലാത്ത ഈ മണൽക്കാട്ടിൽ ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തിരിഞ്ഞു നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ്. ഹാജർ പിന്നാലെ വന്ന് പലതവണ തന്നെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അവസാനത്തെ ചോദ്യമാണ്, ആ അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഇത് അള്ളാഹിൻ്റെ തീരുമാനമാണോ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? അതേന്ന് ഉത്തരം കിട്ടുമ്പോൾ ഹാജർ പറയുന്നൊരു വാക്കുണ്ട്, ഇദല്ല യുദയ്യിഉന, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല. അത് അള്ളാഹു ആരാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ട ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കാണത്. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെയും നടന്നിട്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നടത്തുന്ന ഒരു പ്രാർത്ഥന കൂടി കുറേ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, അല്ലാഹുവേ നിൻ്റെ കാബക്കരികിൽ എൻ്റെ കുടുംബത്തെ തനിച്ചാക്കിയിട്ടാണ് ഞാൻ പോരുന്നത്. അവിടെ കൃഷിയില്ല, അവിടെ ഒന്നുമില്ല, അവരെ നീ ഏറ്റെടുക്കണേ എന്ന പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരത്തിന് വെറുതെ ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനത്തേക്കൊന്ന് കയറി നിന്നിട്ട് ആലോചിച്ച് നോക്കുക. നമ്മളായിരുന്നു ഇബ്രാഹിം നബിയുടെ സ്ഥാനത്ത് എങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവളായിരുന്നു ഹാജറിൻ്റെ സ്ഥാനത്ത് എങ്കിൽ, നമ്മുടെ മകനായിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനത്ത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, വെറുതൊന്നുമല്ല ഖലീലുല്ലാഹി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞത്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അത് ആ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചതാണ്. ഒരു വഹപ്പാൻ്റെ വികാരം എന്തായിരിക്കും? ചോര പൈതലാണ്, മുല കുടിക്കുന്ന കുട്ടിയെയും ഒരു ഉമ്മയെയുമാണ് ആ മണക്കാട്ടി തനിച്ചാക്കുന്നത്. അല്ലെ, സഹായത്തിനൊരാളില്ലല്ലോ. ആ ഉമ്മയുടെ മനസ്സെന്തായിരിക്കും? അല്ലെ, കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ, ഭക്ഷണം വേണ്ടേ? ഒന്നുമില്ലാത്ത ആ മരുഭൂമിയിൽ തനിച്ചാക്കി തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രഖ്യാപിക്കുന്നത്, എല്ലാത്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ റബ്ബ് തന്നെയാണെന്നാണ്. ഹാജറും പറയുന്നത് അതേ ഒരു വാക്ക് തന്നെയാണ്. അപ്പോൾ ആ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന തവക്കുലിൻ്റെ വലിയ പാഠങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോയി കഴിഞ്ഞിട്ട് ഹാജർ കുട്ടിക്ക് പാല് കൊടുക്കാൻ, ഹാജർ വെള്ളം കുടിക്കുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള വെള്ളം കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം തീർന്നു, കുട്ടിക്ക് കൊടുക്കാൻ പാലില്ല, ദാഹം, കഠിനമായ ദാഹം, കുട്ടി കരയാൻ തുടങ്ങി, കുട്ടി അലറി കരയാൻ തുടങ്ങി. അവസാനം നിവൃത്തിയില്ലാതെ ഹാജർ എന്ത് ചെയ്യാണ്? സൊഫയുടെ മുകളിലേക്ക് കയറുകയാണ്. അല്ലേ, ആദ്യം തൊട്ടടുത്തുള്ള മല സൊഫയാണ്, സൊഫയുടെ മുകളിലേക്ക് കയറി. സൊഫയുടെ ഏറ്റവും മുകളിൽ കയറിയിട്ട് താഴ്വര നിരീക്ഷിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടോ. അവിടുന്ന് ഇറങ്ങി നേരെ അപ്പുറത്ത് മർവയുടെ മുകളിൽ കയറി താഴ്വര നോക്കി, ആരെങ്കിലും ഒന്ന് ഓടി വരാനുണ്ടോ. വീണ്ടും സൊഫ കയറുകയാണ്, വീണ്ടും മറവ കയറുകയാണ്, വീണ്ടും സൊഫ കയറുന്നു, വീണ്ടും മറവ കയറുന്നു. 7 തവണയാണ് ഹാജർ റളിയല്ലാഹു അൻഹ സൊഫയും മറവയും കയറി ഇറങ്ങിയത്. അതൊരു ഉമ്മയുടെ മനസ്സ് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ 7 തവണ സൊഫയും മറവയും കയറി എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഗതി അല്ലല്ലോ. അങ്ങനെ 7ാമത്തെ തവണ മറവയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്.
അപ്പോൾ ഹാജർ നിശബ്ദത പാലിച്ചു. അപ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടു. അപ്പോൾ ചോദിക്കണം, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കൂ. അപ്പോഴാണ് മലക്കിനെ കാണുന്നത്. ആ മലക്കിൻ്റെ മടമ്പുകാലിൽ നിന്ന്, മടമ്പുകാലുകൊണ്ട് മലക്ക് നിലത്ത് ചവിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ആ മലക്കിൻ്റെ ചിറക് കുത്തിയ ഭാഗത്തു നിന്നാണ് എന്ത് പുറപ്പെടുന്നത്? സംസം പുറപ്പെടുന്നത്. അവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാലിട്ടടിച്ചപ്പോഴൊന്നുമല്ല എന്ത് വന്നത്? സംസം പുറത്തു വന്നത്. മലക്കിൻ്റെ ചിറക് അല്ലെങ്കിൽ മലക്കിൻ്റെ മടമ്പുകാല്, അങ്ങനെയാണ് ഹദീസിലുള്ളത്. ഒന്നിരിക്കൽ മടമ്പുകാല് അല്ലെങ്കിൽ മലക്കിൻ്റെ ചിറക്. അവിടെ നിന്നാണ് സംസം വരുന്നത്. ആ സംസം ഹാജർ റളിയല്ലാഹു അൻഹ കുടിച്ചു. അത് പാത്രത്തിലാക്കി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പാല് കൊടുത്തു. അങ്ങനെ ആ സമയത്ത് ആ മലക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, ലാ തഖാഫു ദ്ദയ്അ ഫഇന്നഹാ ഉനാ ബൈത്തല്ലാഹ് യബ്നി ഹാദൽ ഗുലാമു വ അബൂഹു. ഈ കുഞ്ഞും അവൻ്റെ ഉപ്പയും ചേർന്നുകൊണ്ട് എന്ത് നിർമ്മിക്കും? കഅബ കെട്ടിപ്പടുത്തുയർത്തും. വ ഇന്നല്ലാഹ ലാ യുദയ്യിഉ അഹ്ലഹു. തീർച്ചയായും അള്ളാഹുവിൻ്റെ ആളുകളെ ഒരിക്കലും കൈവിടുകയില്ല. ഇതൊക്കെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാജറിനെയും തനിച്ചാക്കിയിട്ട് ഇബ്രാഹിം നബി നടന്നു നീങ്ങുമ്പോൾ ശരിക്ക് ആദർശവും അള്ളാഹും ആരാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു പെണ്ണായതുകൊണ്ടാണ് ഹാജറിന് എന്ത് ചെയ്തത്? പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല സമ്പത്ത് ഏതാണെന്ന് സ്വഹാബിമാർ ചോദിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ്? അയ്യുൽ മാലി ഖൈർ ഫനത്തഖിദഹു. ഞങ്ങൾ ആ സമ്പത്ത് എടുത്തു കൊള്ളാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ദുനിയാവിലെ ഏറ്റവും നല്ല സമ്പത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു നാവ്. വ ഖൽബുൻ ഷാക്കിർ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, ശുക്ർ കാണിക്കുന്ന ഒരു ഹൃദയം. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഇഉ അലാ ഈമാനിഹി. ഈമാനിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യനെ സഹായിക്കുന്ന മുഅ്മിനത്തായ പെണ്ണ്. ഈ 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അയാൾ വലിയ സൗഭാഗ്യവാനാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഹാജറിനെയും ഇസ്മായിലിനെയൊക്കെ അവിടെ തനിച്ചാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോയി. സംസം ഉണ്ടായി. മക്കയിൽ വെള്ളം എത്തിയല്ലോ. മുമ്പ് മക്കയിൽ എന്തില്ല? വെള്ളമില്ല. അങ്ങനെയാണ് അറബികളിൽപ്പെട്ട ജുർഹും ഗോത്രം, അവർ ഒരു യാത്രാ സംഘമാണ്. അവർ മക്ക വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷിയെ കാണാൻ. ആ പക്ഷി വെള്ളമുള്ളിടത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന ഒരു തരം പക്ഷിയാണ്. അപ്പോൾ ഇവർ 2 ആൾക്കാരെ പറഞ്ഞയച്ചു. മക്കയിൽ മുമ്പൊന്നും എന്തില്ല, വെള്ളമില്ല. ഇപ്പോൾ വെള്ളം ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ 2 ആളുകളെ പറഞ്ഞയച്ചു. അവർ ചെന്നപ്പോൾ അവിടെ വെള്ളം കണ്ടു. സംസം അവർ കണ്ടു. സംസൻ്റെ അരികിൽ ഹാജർ റളിയല്ലാഹു അൻഹയും ഉണ്ട്. അങ്ങനെ ഈ ജുർഹൂം ഗോത്രം എന്ത് ചെയ്യാണ്? ഹാജർ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊള്ളട്ടെ. അത് അറബികളുടെ ഒരു രീതിയാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് നാടോടികളായ അറബികൾ ഇങ്ങനെ എവിടെയാണ് വെള്ളം കിട്ടുന്നത് അവിടെ കുറേ കാലം താമസിക്കും. പിന്നെ അവിടുത്തെ വെള്ളം തീർന്നാൽ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കുക എന്നുള്ള ഏർപ്പാട് അവർക്ക് അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹാജർ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ പിന്നീട് മക്കയിൽ എന്ത് വരികയാണ്? ജനവാസം വരികയാണ്. ജുർഹൂം ഗോത്രത്തിൻ്റെ കൂടെയാണ്, ആ ജനവിഭാഗങ്ങൾക്കിടയിലാണ് ആര് വളരുന്നത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വളരുന്നത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ അദ്നാനിയാണ്. ജുർഹൂം ഗോത്രക്കാർ നല്ല പ്യുവർ അറബികളാണ്, കഹ്താനികളാണ്. അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ വളർന്നു, യുവാവായി, വിവാഹപ്രായമെത്തി. പങ്കെടുക്കണ്ടോ? വിവാഹപ്രായമെത്തി. അങ്ങനെ ജുർഹൂം ഗോത്രത്തിൽ തന്നെ പെട്ട ഒരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കുകയാണ്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ കല്യാണം കഴിക്കുകയാണ്. അതോടുകൂടി അദ്നാനികളും കഹ്താനികളും അവിടെ ഒന്നിക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതുപോലെ തന്നെ ജുർഹൂം ഗോത്രത്തിലെ ആ പെണ്ണിലൂടെയും. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹാജർ റളിയല്ലാഹു അൻഹ മരണപ്പെടുകയാണ്. ഈ ലോകത്തു നിന്ന് വിട പറയുകയാണ്.
പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തെ തേടിയിട്ട് എങ്ങോട്ട് വരികയാണ്? വീണ്ടും മക്കയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മക്കയിലേക്ക് വരുന്ന സമയത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് വീട്ടിലില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, അവർക്ക് ആവശ്യമായ ഭക്ഷണവും വിഭവമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറത്തു പോയതാണ്. വീട്ടിലുള്ളത് ഭാര്യയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂചിപ്പിച്ച് വന്നത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കുടുംബത്തെ അന്വേഷിച്ച് വീണ്ടും മക്കയിലെത്തുകയാണ്. അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയാണ് അവിടെ ഉള്ളത്. ഇസ്മായിൽ നബി പുറത്തു പോയതാണ്. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം, എന്താണ് നിങ്ങളെ അവസ്ഥ, വിശേഷങ്ങൾ? അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, നഹ്നു ബിശരീൻ, ഭയങ്കര കഷ്ടമാണ്. നഹ്നു ഫി ദീഖിൻ വശിദ്ദ, ഞങ്ങൾ നല്ല ദുരിതത്തിലാണ്, ഭയങ്കര പ്രയാസത്തിലാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവരിങ്ങനെ ആ പ്രയാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങുമ്പോൾ, ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞു, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് എൻ്റെ സലാം പറയണം. അതുപോലെ തന്നെ യുഗയ്യിർ അതബത ബാബിഹി, അദ്ദേഹത്തിന് ഉമ്മറപ്പടി ഒന്ന് മാറ്റിവെക്കാനും പറയണം ഞാൻ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ വീടൊക്കെ കണ്ടപ്പോൾ ആരോ ഒന്ന് പോയൊരു പ്രതീതി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രായമായ, ഒരു വയസ്സായ ഒരു മനുഷ്യൻ വന്നിരുന്നു. എന്തെങ്കിലും വസിയത്ത് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ ഉമ്മറപ്പടി ഒന്ന് മാറ്റി വെക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദാക അബി, അതെൻ്റെ ഉപ്പയാണ്, ഉമ്മറപ്പടി നീയാണ്, നിന്നെ വിവാഹമോചനം ചെയ്യണം, തൊലാക്ക് ചൊല്ലണം എന്നാണ് വാപ്പ പറഞ്ഞത് എന്നാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അങ്ങനെ ആ വിവാഹബന്ധം അവിടെ വേർപിരിയാൻ ന്യായമായൊരു കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നബിയുടെ കുടുംബത്തിൽ പറ്റിയൊരു പെണ്ണല്ല അത്. അതുപോലെ തന്നെ ഒരു നബിയുടെ മകൻ്റെ ഭാര്യയാകാൻ പറ്റിയ ആളുമല്ല ആ പെണ്ണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്. അതല്ല ഇഞ്ഞ് നാളെ വാപ്പാരൊക്കെ ഞങ്ങൾ തൊലാക്കില്ല പറഞ്ഞാൽ മക്കൾ തൊലാക്ക് കൊല്ലിക്കൊള്ളണം എന്നൊന്നും പറയാൻ എന്തില്ല, ഈ സംഭവത്തിൽ തെളിവില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോയി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. വീണ്ടും വന്നപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് വന്നപ്പോഴും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇല്ല, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാര്യങ്ങളൊക്കെ ചോദിച്ചു, വീട്ടിലെ വിശേഷങ്ങൾ തിരക്കി. അപ്പോൾ ആ പുതിയ ഭാര്യ, ജീവിത പങ്കാളി, അവർ പറഞ്ഞു, നഹ്നു ബിഖൈരിൻ വസഅ, ഞങ്ങൾ നല്ല സുഖത്തിലാണ്, സന്തോഷത്തിലാണ്. അവർ അള്ളാഹുവിനെ പുകഴ്ത്തി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചോദിച്ചു, മാ ത്വആമുക്കും, ഇപ്പം നിങ്ങൾ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ഭക്ഷണം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, അല്ലഹ്മു വൽമാ, മാംസവും വെള്ളവുമാണ് ഞങ്ങളിപ്പോൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ ബാരിക് ലഹും ഫിൽ ലഹ്മി വൽമാഇ, അള്ളാഹുവെ അവരുടെ വെള്ളത്തിലും മാംസത്തിലും നീ ബറക്കത്ത് കൊടുക്കണേ എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോൾ, ഇത് ഇമാം ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോൾ പറയുന്നുണ്ട്, അന്ന് അവരുടെ അടുക്കൽ എന്തുണ്ടായിരുന്നില്ല, ധാന്യം ഉണ്ടായിരുന്നില്ല. അന്ന് ധാന്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ധാന്യത്തിലും ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആര് പ്രാർത്ഥിക്കുമായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇബ്രാഹിം നബി തിരിച്ചു പോയപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ എത്തി. ചോദിച്ചു, ആരെങ്കിലും വന്നിരുന്നോ? വന്നിരുന്നു. ഒരു പ്രായമായ ഒരു നല്ലൊരു മനുഷ്യൻ വന്നിരുന്നു. നിങ്ങളെ പറ്റിയിട്ട് ചോദിച്ചു, നിങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, ഉമ്മറപ്പടി ഉറപ്പിച്ച് നിർത്താനും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അതാ ഖാബി, അതെൻ്റെ ഉപ്പയാണ്, ഉമ്മറപ്പടി എന്ന് പറഞ്ഞത് നിന്നെയാണ്, നിന്നെ കൂടെ കൂട്ടാനാണ് ഉപ്പ വസിയത്ത് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നുണ്ട്. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ നാലാമത്തൊരു തവണ വരുന്നുണ്ട്. ആ നാലാമത്തെ തവണ മക്കയിൽ തിരിച്ചെത്തുമ്പോഴാണ് എന്ത് പുനർനിർമ്മിക്കുന്നത്? കഅബ പുനർനിർമ്മിക്കുന്നത്. അന്ന് വരുന്ന സമയത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മരച്ചുവട്ടിലിരുന്ന് അമ്പും വില്ലൊക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാപ്പാനെ കണ്ട സന്തോഷത്തിൽ ഓടി ചെല്ലുന്നതും ആലിംഗനം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പറയും, അള്ളാഹു എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിർവഹിക്കുക. അപ്പോൾ പറയും, ഈ കഅബ നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ കല്ലുകൾ കൊണ്ടുവരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആ കല്ലുകൾ പടുക്കുന്നു.
അങ്ങനെ പടുത്ത് അവസാനം പിന്നെ ഒരാൾക്ക് എത്താത്ത ഉയരത്തിലെത്തിയപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കല്ല് കൊണ്ടുവന്ന് വെച്ചു. ആ കല്ലിൽ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്, പടവ് തുടരുകയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന സ്ഥലമാണ് മഖാമു ഇബ്രാഹിം. ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയും നമുക്ക് കാണാൻ പറ്റും, കഅബയുടെ ഓരോ കല്ലും വെക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം, അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ആ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ചരിത്രം അത് ഒരു ദുൽഹിജ്ജ മാസം ആകുമ്പോൾ അല്ലെങ്കിൽ ബലിപെരുന്നാളാകുമ്പോൾ മാത്രം നമ്മൾ ഓർക്കേണ്ടതോ അവരെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതോ അല്ല. ഓരോ ദിവസവും നമ്മൾ അവരെ ഓർക്കുന്നുണ്ട്, പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ എത്ര ഓർക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യമാണ്. ഓരോ ദിവസവും നേരം പുലരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അസ്ബഹന അല ഫിത്രത്തിൽ ഇസ്ലാം കലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീന ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് പിന്തുടരാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മില്ലത്തും ആ ഒരു പാതയും ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് നമ്മൾ പിന്തുടരുക. ഇൻഷാ അല്ലാഹ് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബ് അതൊരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഒന്നും കൂടി ഒരു കാഴ്ചപ്പാടും ഒരു ധാരണയും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു നമ്മളെ അതിന് സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിച്ചൂടെ? ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂതനായിരുന്നു. വെറുമൊരു ജൂതനായിരുന്നില്ല അല്ലേ, പണ്ഡിതനായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നല്ല അറിവുള്ള ആളായിരുന്നു, തൗറാത്തിൽ നല്ല അറിവുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സ്വർഗമുണ്ട് എന്ന് നബി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ശരിയാവുക? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരല്ലേ ഉള്ളൂ അല്ലേ? അതല്ലാത്തവരുണ്ടോ? ഉണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അല്ലേ? ഒറ്റ ഹദീസിൽ എണ്ണി പറഞ്ഞ ആളാണ് ഈ 10 ആൾക്കാർ അല്ലേ? ഒറ്റ ഇരുത്തത്തിൽ നബി കണ്ട് എണ്ണി പറഞ്ഞതാണ് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, അബൂ ഉബൈദ ഫിൽ ജന്ന, തൊൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഈദ് ഇബ്നു സെയ്ദ്, സഅദ് ഇബ്നു അബി വഖാസ്, ഇവരൊക്കെ ഒറ്റ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ 10 ആൾക്കാർ. ഇതല്ലാതെ വേറെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം ഉണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. ഹസൻ ഹുസൈൻ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് അല്ലേ? സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇവരൊന്നും ഏത് ഹദീസിലില്ല, ഈ 10 ആളെ പറഞ്ഞെടുത്തില്ല. ഇങ്ങനത്തെ കുറേ ശൈലികൾ ഖുർആൻ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വൻപാപങ്ങൾ എത്രണ്ണാണ്? 7 നമ്മൾ പറയാം അല്ലേ? 7 എന്നുള്ളത് ഒറ്റ ഹദീസിൽ എണ്ണി പറഞ്ഞതാണ്. അതല്ലാത്ത വൻപാപങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അർശിൻ്റെ തണൽ കിട്ടുന്ന എത്ര വിഭാഗങ്ങളുണ്ട്? 7 എന്നുള്ളത് ഒറ്റ ഹദീസിൽ പറഞ്ഞതാണ്. അതല്ലാത്ത വേറെയും വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണമൊക്കെ സംഭവ ബഹുലമാണ്. അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ട് എന്ന് നബി സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന 3812 ഹദീസാണത്. കേട്ടില്ല? സഹാബിയാണ്, നബിനെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. നമ്മൾ പറഞ്ഞല്ലോ, നബിനോട് ചോദ്യം ചോദിച്ച ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടിയപ്പോൾ ഉടനെ ഇസ്ലാം സ്വീകരിച്ച ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. കേട്ടില്ല? 4 തവണ. ഷാമിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ഷാമിൽ നിന്നാണ് ഓര് വരുന്നത്, ഷാമിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അതെ, സഈ ഹാജറിൻ്റെ ഓർമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇതാണ് അത് മിന 2ാമത്തെ വരവിലാണ്. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, കല്യാണം കഴിക്കുമ്പോൾ 3-4 വരവ് നമ്മൾ പറഞ്ഞത്, 2ാമത്തെ വരവിലാണ് അറക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ. കഅബയുടെ പുനർനിർമ്മാണമാണ് നടക്കുന്നത്.
ആദ്യം ഒരു കൂന എന്ന നിലക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹാജർ അലിന്റെ ഒക്കെ ഹദീസിൽ കാണുന്നത്. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തിരിച്ചു നടക്കുമ്പോൾ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥന കഅബയുടെ ദിശയിലേക്കാണ്. അവിടെ ഒരു കൂന എന്ന നിലക്കുള്ള ഒരു പ്രയോഗമാണ് ആ ഹദീസിൽ കാണുന്നത്. അല്ല, അങ്ങനെ കെട്ടിപ്പടുത്തൊരു കെട്ടിടമായിട്ട് ഇബ്രാഹിം നബിയുടെ സമയത്തില്ല, കൂടുതൽ നോക്കണം ഇൻഷാ അല്ലാഹ്. അതെ, കഅബയാണ്. അത് നോക്കണം, അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്ന് നോക്കിയിട്ട് പറയാം. പിന്നെ ഒരു കാര്യം, ജസ്റ്റ് ഒരു സംശയം എഴുതി ചോദിച്ചത് ഉണ്ടായിരുന്നു, പറയപ്പെട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നോക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് കഅബ നിർമ്മിച്ചതെന്നൊക്കെ വന്നത് കാണാം. അതിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഇത് വ്യക്തമായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നൊരു സംഭവമാണ്. മറ്റേ കാലിട്ടടിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളത് പഴയ ആൾക്കാർ ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. ഒരു അടിസ്ഥാനം കാണുന്നില്ല അതിന്. പിന്നെ ഒരു ചോദ്യം വന്നതേ, നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, എന്തായാലും ചോദ്യം വന്ന സ്ഥിതിക്ക് പറയാന്നുള്ളതാണ്. ഒരു ശീലമാക്കണ്ട, ഇതിൻ്റെ ഇടങ്ങറാക്കരുത്. അപ്പോൾ ചുമരിലും അതുപോലെ തന്നെ വാഹനത്തിലൊക്കെ കാലിഗ്രഫി, ഖുർആൻ്റെ ആയത്തുകൾ എഴുതി തൂക്കുന്നത് പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനാണ്? പാരായണം ചെയ്യാൻ മാത്രമാണോ? പാരായണം ചെയ്യാൻ, ഉറ്റാലോചിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ അല്ലേ? അങ്ങനെ ഖുർആൻ എഴുതി തൂക്കുന്ന ഒരു ഏർപ്പാട് ആര് കാണിച്ചു തന്നിട്ടില്ല? നബിയോ സഹാബിമാരൊന്നും കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ വളരെ ശക്തമായ ഭാഷയിൽ അതിൻ്റെ എതിർത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഒരു ബറക്കത്ത് എന്ന നിലക്ക് പറ്റൂല. വീട്ടിൽ ശൈത്താൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ തൂക്കുന്നു എന്ന നിലക്കും എന്ത് ചെയ്യൂല, പാടില്ല. അത് ബിദ്അത്താണ്, ഹറാമാണ്. എന്നാൽ ഒരു ഉത്ബോധനം എന്ന നിലക്കാണെങ്കിൽ പറ്റും എന്ന് ഇളവ് തന്ന പണ്ഡിതന്മാരാണ്. അതും പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്, എന്നാൽ അവിടെ ഇളവ് തന്ന ചില പണ്ഡിതന്മാർ ഉണ്ട്. ഇനി ഈ കാലിഗ്രഫിക്ക് എഴുതുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു മീനിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ആയത്താണെങ്കിൽ ആ ആയത്ത് എന്ത് ചെയ്യും, മീനിൻ്റെ ആകൃതിയിൽ എഴുതും. കപ്പലിനെ പറ്റിയിട്ട് പറയുന്ന ആയത്താണെങ്കിൽ കപ്പലിൻ്റെ ആകൃതിയിൽ എന്തുണ്ടാവുക, ആയത്തുണ്ടാവുക. എന്നിട്ട് ഈ വായിക്കാൻ അറിയാത്ത ആൾക്കാർ ഇതിങ്ങനെ ഒരു അരമണിക്കൂർ നോക്കി നിന്നാലും എന്താണ് ഈ പറയുന്നത് മനസ്സിലാവില്ല. ഉത്ബോധനമാണെങ്കിൽ അത് എന്താണ് എഴുതി വെച്ചതെന്ന് തിരിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊന്നല്ല എന്ത് ചെയ്തത്, ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാണ് വേണ്ടത്. ഇപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ റൂമിൽ നല്ല കാലിഗ്രഫിയൊക്കെ ആയത്തുൽ കുർസിയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇരുന്നിട്ട് ഓന് സിനിമ കാണുന്നുണ്ടാകും, ഓൻ മ്യൂസിക് കേൾക്കുന്നുണ്ടാകും, ഓന് ഗീബത്ത് പറയുന്നുണ്ടാകും. അതൊക്കെ ഖുർആനോടുള്ള ഒരു തരത്തിലുള്ള അവഗണനയാണ്. അപ്പോൾ അത് ഒഴിവാക്കാണ് വേണ്ടത്. അപ്പോൾ കാലിഗ്രഫി പറ്റൂല എന്നാണോ? കാലിഗ്രഫി പറ്റൂല എന്നല്ല, ഖുർആൻ്റെ ആയത്ത് വേണ്ട, അറബിയിലുള്ള വേറെ എന്തെങ്കിലും ഉപയോഗിച്ചോട്ടെ. ഇപ്പോൾ പഴഞ്ചൊല്ലുകൾ ഭംഗിക്ക് തൂക്കാൻ പറ്റൂല, ഭംഗിക്ക് തൂക്കാനും പറ്റില്ല. ഇളവ് തന്നവർ ഇളവ് തന്ന എന്തിനാണ്? ഉത്ബോധനം എന്ന നിലക്കാണ്. ഇപ്പോൾ ഒരു ആയത്ത് കാണുമ്പോൾ ആയത്ത് ഇപ്പോൾ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണല്ലോ. അപ്പം അതെ, അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ നിലക്ക് ഇളവ് തന്നവർ. സംഭവം എന്താ വെച്ചാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമല്ല. അപ്പോൾ അത് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. എന്നാൽ കാലിഗ്രഫി അതല്ലാത്ത അറബിയിലുള്ള പഴഞ്ചൊല്ലുകളോ അതല്ലാത്ത ആപ്തവാക്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കാലിഗ്രഫി ചെയ്യാം, അത് തൂക്കാം, അതിലൊന്നും എന്തില്ല, പ്രശ്നമില്ല. ഖുർആൻ്റെ ആയത്തുകളാകുമ്പോഴുള്ളൊരു പ്രശ്നമാണ് സൂചിപ്പിച്ചത്. അതൊക്കെ ഒഴിവാക്കാണ് വേണ്ടത്. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു ഈ ഒരു കൂടിയിരുത്തത്തിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.